2017 നടന്ന LDC പരീക്ഷയുടെ ജനറൽ ചോദ്യങ്ങളാണ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിൽ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ എ കബനി. രണ്ടാമത്തെ ചോദ്യം, കേരളപ്പിറവി ദിനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1956 നവംബർ 1. മൂന്നാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ഭൂപ്രകൃതിയിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി പീഠഭൂമി. നാലാമത്തെ ചോദ്യം, കേരള സംസ്ഥാനം രൂപം കൊണ്ടപ്പോൾ ഇല്ലാതിരുന്ന ഒരു ജില്ല ഏത്? തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ ഉത്തരം ഓപ്ഷൻ ഡി മലപ്പുറം. അഞ്ചാമത്തെ ചോദ്യം, കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ എ കോട്ടയം. ആറാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കുന്ന രേഖ ഏത്? ഉത്തരം ഓപ്ഷൻ ബി 82.5 കിഴക്ക്. ഏഴാമത്തെ ചോദ്യം, തെക്കേ ഇന്ത്യയിൽ കാണപ്പെടുന്ന ഒരു ഭൂപ്രകൃതി ഏത്? ഉത്തരം ഓപ്ഷൻ സി മരുഭൂമി. എട്ടാമത്തെ ചോദ്യം, ഭാരതീയർ പുണ്യനദിയായി കണക്കാക്കുന്ന നദി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഗംഗ. ഒൻപതാമത്തെ ചോദ്യം, താഴെ പറയുന്നതിൽ കേന്ദ്രഭരണ പ്രദേശം അല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ ചെന്നൈ. ചെന്നൈയാണ് താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ കേന്ദ്രഭരണ പ്രദേശം അല്ലാത്തത്. പത്താമത്തെ ചോദ്യം, അർത്ഥശാസ്ത്രത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി ചാണക്യൻ. 11ാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി 1857. 12ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി റാഡ്ക്ലിഫാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഭൂപടം തയ്യാറാക്കിയത്. 13ാമത്തെ ചോദ്യം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൻ്റെ പദ്ധതി ഉണ്ടാക്കിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ VP മേനോൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് പദ്ധതി ഉണ്ടാക്കിയത് ഉത്തരം ഓപ്ഷൻ എ VP മേനോൻ. 14ാമത്തെ ചോദ്യം, കേരളത്തിൽ വാഗൺ ട്രാജഡി നടന്ന സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി തിരൂർ. 15ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര്? ഉത്തരം ഓപ്ഷൻ സി ചേരിചേരാ നയം. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പേര് ഉത്തരം ഓപ്ഷൻ സി ചേരിചേരാ നയം. 16ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കൃഷി. ഇന്ത്യയിലെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കൊണ്ട് വികസിപ്പിക്കാൻ ശ്രമിച്ച മേഖലയാണ് കൃഷി. 17ാമത്തെ ചോദ്യം, റിസർവ് ബാങ്കിൻ്റെ ചുമതലകളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ കാർഷിക വായ്പകൾ. 18ാമത്തെ ചോദ്യം, ജനങ്ങളിൽ സമ്പാദ്യശീലവും പരസ്പര സഹകരണവും വളർത്തുന്ന പദ്ധതി ഏത്? ഉത്തരം ഓപ്ഷൻ ബി മൈക്രോ ഫിനാൻസ്. 19ാമത്തെ ചോദ്യം, ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒറ്റ വിക്ഷേപണത്തിൽ 20 ഉപഗ്രഹങ്ങൾ വരെ അയക്കാൻ കഴിയുന്ന റോക്കറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ സി PSLV-C-34. 20ാമത്തെ ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി മൗലിക അവകാശങ്ങൾ. മൗലിക അവകാശങ്ങളിൽ പെടുന്നതാണ് സഞ്ചാര സ്വാതന്ത്ര്യം. 21ാമത്തെ ചോദ്യം, വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ ഒട്ടിക്കേണ്ട കോർട്ട് ഫീസ് സ്റ്റാമ്പിൻ്റെ മൂല്യം എത്ര? ഉത്തരം ഓപ്ഷൻ എ 10 രൂപ. 22ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം ഓപ്ഷൻ ബി വിൻസൻ എം പോൾ. വിൻസൻ എം പോൾ ആണ് ഇപ്പോഴത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ. 23ാമത്തെ ചോദ്യം, സ്ത്രീകൾക്കെതിരെ വീടിനകത്തുള്ള അക്രമങ്ങൾ തടയുന്നതിന് വേണ്ടിയുള്ള നിയമം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഗാർഹിക പീഡന നിരോധന നിയമം. 24ാമത്തെ ചോദ്യം, മൊബൈൽ ഫോണിൽ മറ്റൊരാളെ വിളിച്ച് അസഭ്യം പറയുന്നത് ഇത് ഏത് നിയമപ്രകാരം കുറ്റമാണ്? ഉത്തരം ഓപ്ഷൻ ഡി സൈബർ നിയമം. മൊബൈൽ ഫോണിൽ മറ്റൊരാളെ വിളിച്ച് അസഭ്യം പറയുന്നത് സൈബർ നിയമപ്രകാരം കുറ്റമാണ്. 25ാമത്തെ ചോദ്യം, ഇൻഡിക എന്ന യാത്രാവിവരണം എഴുതിയ ഗ്രീക്ക് സഞ്ചാരി ആര്? ഉത്തരം ഓപ്ഷൻ എ മെഗസ്തനീസ്.
മെഗസ്തനീസ് ആണ് ഇൻഡിക എന്ന യാത്രാ വിവരണം എഴുതിയ ഗ്രീക്ക് സഞ്ചാരി. 26-ാമത്തെ ചോദ്യം. അടുത്തിടെ അന്തരിച്ച ബോക്സിംഗ് ഇതിഹാസം. ഉത്തരം ഓപ്ഷൻ ബി മുഹമ്മദ് അലി. 27-ാമത്തെ ചോദ്യം. കൈലാഷ് സത്യാർത്ഥി, മലാല യൂസഫ്സായി എന്നിവരുടെ പ്രവർത്തന മേഖലകളിൽ പൊതുവായത് ഏത്? ഉത്തരം ഓപ്ഷൻ സി അവകാശങ്ങൾ. 28-ാമത്തെ ചോദ്യം. ശാസ്ത്രരംഗത്ത് പ്രഗത്ഭനായിരുന്ന മുൻ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. ശാസ്ത്രരംഗത്ത് പ്രഗത്ഭനായിരുന്ന മുൻ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഡോക്ടർ APJ അബ്ദുൽ കലാം. 29-ാമത്തെ ചോദ്യം. കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ അലാവുദ്ദീൻ ഖിൽജി. കമ്പോള പരിഷ്കരണം നടപ്പിലാക്കിയ ഡൽഹി ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ എ അലാവുദ്ദീൻ ഖിൽജി. 30-ാമത്തെ ചോദ്യം. അക്ബർ രൂപം കൊടുത്ത മതം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ദീൻ ഇലാഹി. ദീൻ ഇലാഹിയാണ് അക്ബർ രൂപം കൊടുത്ത മതം. 31-ാമത്തെ ചോദ്യം. ഒരാറ്റത്തിൽ കെ ഷെല്ലിൽ അടങ്ങിയിരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ എ 2. 32-ാമത്തെ ചോദ്യം. അലൂമിനിയത്തിൻ്റെ അയിര് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ബോക്സൈറ്റ്. 33-ാമത്തെ ചോദ്യം. ലോഹങ്ങൾ, അലോഹങ്ങൾ എന്ന് മൂലകങ്ങളെ തരംതിരിച്ച് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ആൻറ്റോയിൻ ലാവോസിയ. ഉത്തരം ഓപ്ഷൻ ബി ആൻറ്റോയിൻ ലാവോസിയ. 34-ാമത്തെ ചോദ്യം. ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? ഉത്തരം ഓപ്ഷൻ ഡി 4 ഡിഗ്രി സെൽഷ്യസ്. 35-ാമത്തെ ചോദ്യം. അജിനോമോട്ടോ എന്ന രുചിവർദ്ധക വസ്തുവിൻ്റെ ശരിയായ പേരെന്ത്? ഉത്തരം ഓപ്ഷൻ എ മോണോസോഡിയം ഗ്ലൂട്ടോമേറ്റ്. അജിനോമോട്ടോ എന്ന രുചിവർദ്ധക വസ്തുവിൻ്റെ ശരിയായ പേര് ഉത്തരം ഓപ്ഷൻ എ മോണോസോഡിയം ഗ്ലൂട്ടോമേറ്റ്. 36-ാമത്തെ ചോദ്യം. ഒരു ഉപകരണത്തിൻ്റെ പവർ പ്രസ്താവിക്കുന്നത് അതിനുപയോഗിക്കുന്ന യൂണിറ്റ് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വാട്ട്. 37-ാമത്തെ ചോദ്യം PSC ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 38-ാമത്തെ ചോദ്യം. ഏറ്റവും ഉയർന്ന താപനിലയിലുള്ള നക്ഷത്രങ്ങൾ ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി ചുവപ്പ്. 39-ാമത്തെ ചോദ്യം. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം? ഉത്തരം ഓപ്ഷൻ എ ഘർഷണബലം. ഒരു ദ്രാവകത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുക്കൾക്ക് ഭാരക്കുറവ് തോന്നാനുള്ള കാരണം ഉത്തരം ഓപ്ഷൻ എ ഘർഷണബലം. 40-ാമത്തെ ചോദ്യം. രാത്രികാലങ്ങളിൽ ശത്രുവിൻ്റെ നീക്കങ്ങൾ അറിയാൻ സൈനികർ പ്രത്യേക തരം കണ്ണടകൾ ഉപയോഗിക്കുന്നു. ഏത് തരം വികിരണമാണ് ഇതിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ഇൻഫ്രാറെഡ് വികിരണങ്ങൾ. 41-ാമത്തെ ചോദ്യം. മനുഷ്യരുടെ ക്രോമസോം സംഖ്യ എത്ര? ഉത്തരം ഓപ്ഷൻ ബി 46. 42-ാമത്തെ ചോദ്യം. ശാസ്ത്രീയമായി മുയലുകളെ വളർത്തൽ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ക്യൂണി കൾച്ചർ. 43-ാമത്തെ ചോദ്യം. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ഉത്തരം ഓപ്ഷൻ എ കോഴിക്കോട്. 44-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ വൈറസ് രോഗമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി കോളറ. 45-ാമത്തെ ചോദ്യം. ലോക പ്രമേഹ ദിനം ആചരിക്കുന്നത് എന്ന്? ഉത്തരം ഓപ്ഷൻ ഡി നവംബർ 14. 46-ാമത്തെ ചോദ്യം. താഴെ കൊടുത്തവയിൽ വംശനാശം സംഭവിച്ച ജീവി ഇനം ഏത്? ഉത്തരം ഓപ്ഷൻ എ കൊഗ്ഗ. കൊഗ്ഗയാണ് താഴെ പറയുന്നവയിൽ വംശനാശം സംഭവിച്ച ജീവി ഇനം. 47-ാമത്തെ ചോദ്യം. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ സി ക്ഷയം. ഡോട്ട്സ് എന്ന ചികിത്സാ സംവിധാനം ഏത് രോഗചികിത്സയ്ക്കുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ സി ക്ഷയം. 48-ാമത്തെ ചോദ്യം. കേരളത്തിൽ നാഷണൽ പാർക്കുകൾ ഉദാഹരണമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി പേപ്പാറ. കേരളത്തിലെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമല്ലാത്തത് ഉത്തരം ഓപ്ഷൻ ബി പേപ്പാറ. 49-ാമത്തെ ചോദ്യം. രക്തത്തിലെ കാൽസ്യത്തിൻ്റെ സാധാരണ തോത് എത്ര? ഉത്തരം ഓപ്ഷൻ എ 9 മുതൽ 11 mg/100 ml. 50-ാമത്തെ ചോദ്യം. ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഗ്രൈലിൻ.
ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണാണ് ഉത്തരം ഓപ്ഷൻ ഡി ഗ്രേലിൻ. ഇതോടെ 50 ജനറൽ ചോദ്യങ്ങൾ നാം വിശകലനം ചെയ്തു.